സത്യം പറഞ്ഞാൽ റേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. റേഷൻ കാർഡില്ലേ, അതിനകത്ത് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. പോയിന്റ് അധികം ഒന്നും മേടിക്കേണ്ട പൈസ കൊടുത്ത് മേടിക്കും. നമുക്ക് റേഷനരിയൊക്കെ തന്നെയാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് ഏറ്റവും എനിക്ക് പറഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് ഏറ്റവും താഴ്ന്ന കാർഡ് മഞ്ഞക്കാർഡ്, അങ്ങനെ തന്നെ പറയാം. മഞ്ഞക്കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. ഇവർക്ക് എങ്ങനെയാടാ മഞ്ഞക്കാർഡ് കിട്ടുന്നേ? മാസം കോടികൾ സമ്പാദിക്കുന്ന രണസുനക്ക് മഞ്ഞക്കാടാ? ഇത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇത്ര വലിയൊരു ചളിബ്രേറ്റ് ഞാൻ കണ്ടിട്ടില്ല. സപ്ലൈ ഓഫീസറൊക്കെ എവിടെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്? എന്തൊക്കെയാടാ കേട്ടോണ്ടിരിക്കുന്നത്? എന്തൊക്കെയാടാ കൊച്ചു കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് വലിയ ഊളത്തരാണ്. ഞാൻ വേണമെങ്കിൽ കറക്റ്റ് കണക്ക് പ്രകാരം കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഏകദേശം 180 രൂപയാണ് ഇവര് മാസം സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്നത്. 2588 സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ ഉണ്ട്. 4,65,840 രൂപയാണ് ഇവരുടെ വരുമാനം ഒരു മാസത്തെ. ഇവിടെ നിലവിൽ 12 ലക്ഷം പ്രതിവർഷം സാമ്പത്തികമുള്ള ആളുകൾക്ക്, വരുമാനമുള്ള ആളുകൾ ITR ഫയൽ ചെയ്യണമെന്നാണ് നിയമം. അത് കുറച്ച് മുമ്പ് 5 ലക്ഷം 6 ലക്ഷം 8 ലക്ഷം ഒക്കെ മാറി ഇപ്പൊ 12 ലക്ഷം ആയിട്ടുണ്ട്. എങ്ങനെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 4,65,000 അതിന് കൂടുതലല്ലോ. നീ 4 ലക്ഷം കൂട്ടിക്കോ. 4 ലക്ഷം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 മാസത്തിന് തന്നെ എത്രയായി? 40 ലക്ഷം ഉറുപ്പ്യ അല്ലെ? അപ്പൊ തന്നെ അവർ ITR ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പൊ മുന്നേ തന്നെ ഒരുപാട് യൂട്യൂബർമാരെ ഇതേപോലെ റൈഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാനടക്കം ITR ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഇവര് ചെയ്യുന്നത് ഉളത്തരാ, വലിയ ഉളത്തരാണ്. ഇവിടെ അർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് കിട്ടേണ്ടതാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റേഷനിങ് ഇൻസ്പെക്ടർ അദ്ദേഹമാണ് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടത്. നിങ്ങൾ മഞ്ഞ കാർഡിനോ പിങ്ക് കാർഡിനോ അപേക്ഷിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം നേരിട്ട് വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നത് അതത് പ്രദേശത്തെ റേഷനിങ് ഇൻസ്പെക്ടർ ആണ്. ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കാർഡ് അനുവദിക്കുന്നത്. ഇവരുടെ കാർഡ് എന്തായാലും ഇപ്പോ ഇതായി കഴിഞ്ഞാൽ ശരിയാവണ കാര്യമല്ല. അർഹരായ ആളുകൾക്ക് കിട്ടേണ്ട അംഗീകാരം. ഇനി കുറച്ച് പൊട്ടത്തരം കേൾക്കാം, അതിന് ശേഷം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. നമുക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പഞ്ചസാര അതൊക്കെ നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ പിന്നെ ചെലവെന്താ? അധികം ചെലവൊന്നും ഇല്ലല്ലോ, അതിനുള്ള ചെലവൊന്നും ഇല്ല. ഒരു ദിവസമെങ്കിലും നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ടുണ്ട്? എവിടെയാണ് പഞ്ചസാര നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്? 21 രൂപ പെർ kg കൊടുക്കണം അല്ലെ? അത് മഞ്ഞക്കാർഡിലുള്ള ആളുകൾ കൊടുക്കണം, മറ്റുള്ള കാർഡിലുള്ള ആളുകൾ കൊടുക്കണം. എവിടുന്നൊക്കെയാടാ ഇവര് എന്തൊക്കെ ഉള്ളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തായാലും കൊള്ളാം കേട്ടാ. ഈ ഒരു കഷ്ണം കൂടി കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡാറ്റ ഞാനുണ്ട് ഇട്ടുതരാം. ഞാൻ എവിടെയും പറയാം, അത് എല്ലായിടത്തും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ റേഷൻ കാർഡ് റോസ് അല്ല, മഞ്ഞക്കാർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകതര ഒരു കാർഡാണ്. അത് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന കാർഡാണ്. അത് നമുക്ക് നേരത്തെ തൊട്ടേ ഉള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ അധികം ചെലവില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സപ്ലൈ ഓഫീസറെ, നിങ്ങളൊക്കെ എവിടെ? നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന അന്ത്യോദയ അന്ന യോജന എന്നാണ് ഈ കാർഡിന്റെ പേര്. ഈ ഒരു കാർഡ് മഞ്ഞക്കാർഡ്, ഈ മഞ്ഞക്കാർഡിന് അർഹരായ ആളുകൾ ആരാണ് എന്താണെന്നൊന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ പറ രണസുന്നതിന് അർഹയാണ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, താമസ സൗകര്യം. സ്വന്തമായി വീടോ ഭൂമി ഇല്ലാത്തവര്. സ്വന്തമായി വീടോ ഭൂമി ഇല്ലാത്തവരല്ല ഇവര്. അടുത്തത്, പുറംപോക്കിലോ കോളനികളിലോ താമസിക്കുന്നവർ. ഇവരുടെ അനുജത്തിയോ ചേച്ചി ആരാണത്? അവരെന്താ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തത്, താൽക്കാലിക ഷെഡുകളിലോ വാടക വീടുകളിലോ കഴിയുന്ന നിരാലംബരായ കുടുംബങ്ങൾ. ഇവര് ഷെഡിലല്ല താമസിക്കുന്നത്, എന്നാൽ 1.5 വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഋതപ്പന്റെയും അതുപോലെ കിച്ചുവിന്റെയും പേരിലാണ് ആ വീടും ഭൂമി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ആരെ പേരിലാണെന്ന് വ്യക്തമായിട്ടൊരു കാര്യം അറിയില്ല. എന്തായാലും മക്കളെ പേരിലാണെന്ന് പറയുന്നത്. എന്തായാലും ആവട്ടെ, അവർ ആ വീട്ടിലാണ് താമസിക്കുന്നത്. നികുതിയും കാര്യങ്ങളും അവർ അടച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരതിന് അർഹരല്ല. എന്തിന്? ഈ മഞ്ഞ റേഷൻ കാർഡിന്. അത് ഫുള്ളാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. കുടുംബനാഥൻ മാരകമായ രോഗം ബാധിച്ചവരോ വികലാംഗരോ ആണെങ്കിൽ, ഇപ്പൊ രേണുവും കൊല്ലസുതിയും ചേർന്നുകൊണ്ട് വല്ല റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഗൃഹനാഥയാണ് ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളത്. വിധവയായതുകൊണ്ട് ഒരു മുൻഗണന ഉണ്ട്. എന്നാൽ എന്റെ ഒരു ഡൗട്ട്, അതിപ്പോഴും തങ്കപ്പഞ്ഞേട്ടന്റെ അണ്ടറിൽ തന്നെയാണ് നിൽക്കാനുള്ള സാധ്യത. ഇനിയിപ്പോ അദ്ദേഹം അസുഖമുള്ള ഒരാളാണെങ്കിൽ അത് ഓക്കെയാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യട്ടാ, പറഞ്ഞുതരാം. അതേപോലെ വിധവകൾ കുടുംബനാഥരായ വീട്, ഞാൻ നേരത്തെ പറഞ്ഞത് രീതിയിലാണെങ്കിൽ കൊല്ലസുതിയുടെ ഭാര്യ അവരാണ് കുടുംബനാഥ എങ്കിൽ ഒരു സാധ്യത ഉണ്ടല്ലേ. നിക്ക് അതൊക്കെ പറയാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രം താമസിക്കുന്ന വീട്, അങ്ങനെയല്ല. അവിടെ 60 വയസ്സിനേക്കാൾ മുകളിലുള്ള ആളുകൾ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ഥിരമായ വരുമാന മാർഗം ഇല്ലാത്തവരല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചിക്ക് ഇപ്പോഴും ജ്വാലിയുണ്ട്, അത് നഴ്സാ. പിന്നെ രണസുന എന്ന് ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്ഥിര വരുമാനമുണ്ട്. ബാക്കി ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ, തൊഴിലുറപ്പിന് ആരെങ്കിലും പോകുന്നുണ്ടോ അവിടെ? ഇനി ഉണ്ടെങ്കിലും വെയിറ്റ് ചെയ്യും, അതിനും പരിഹാരമുണ്ട്. പിന്നെ കൈവേലക്കാര്, തെരുവ് കച്ചവടക്കാർ, റിക്ഷാ തൊഴിലാളികൾ തുടങ്ങിയവർ ആരെങ്കിലും ഉണ്ടോ അവിടെ? നമ്മുടെ അറിവിലില്ല. കാരണം അവർ സെലിബ്രിറ്റികളാണ്, അതുകൊണ്ടല്ല എന്നുള്ളതാണ്. പിന്നെ ആദിവാസി വിഭാഗങ്ങൾക്ക്, ST വിഭാഗങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഈ കാർഡിന്
അർഹരാണ് എന്നുള്ളതാണ്. അവർക്കത് കിട്ടും. ഇനി ആർക്കാണ് മഞ്ഞക്കാർഡ് ലഭിക്കാൻ അയോഗ്യരായ ആളുകൾ, കൊടുക്കാൻ പാടില്ലാത്ത ആളുകൾ അറിയോ? ഒന്ന്, കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയോ 25,000 മുകളിൽ മാസ വരുമാനമോ ഉണ്ടെങ്കിൽ, സർക്കാർ ജോലി ഇല്ല പക്ഷെ 4,60,000 രൂപ ഇപ്പൊ തന്നെ സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്നുണ്ട്, അർഹരാണോ? അല്ല. ഇനി സ്വന്തമായി 4 ചക്ര വാഹനങ്ങൾ, നാല് ചക്ര വാഹനങ്ങളുള്ള ആള് തന്നെയാണ് രണസുൻ. ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്, അതും പുതിയ കാറാണ്, പുതിയ കാറ്. ഇവിടെ ലോൺ എടുത്തിട്ട് വാങ്ങുന്ന കാറുകൾ, സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയാൽ പോലും BPL നിന്ന് APL ആവുന്ന ഈ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഒരു കാറ് അങ്ങ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടവാണോ അടവല്ലേ എന്നുള്ളതല്ല, കാറ് വാങ്ങിയിട്ടുണ്ടോ അവർ APL ആണ്. ബാക്കി 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടല്ല അത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. 1 ഏക്കറിൽ കൂടുതൽ ഭൂമി അത് സ്വന്തമായിട്ടില്ല. കാരണം ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത അവസ്ഥയിലാണല്ലോ നിന്നിരുന്നത്. ജനങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണല്ലോ വീടൊക്കെ വെച്ചു കൊടുത്തത്. പിന്നീട് അവർക്ക് തന്നെ നല്ലൊരു കൊട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ ഒരു വാഹനം വാങ്ങി, ഒരു കാറ് വാങ്ങി, നമ്മളെ വീട്ടിലുള്ള എല്ലാവരുടെയും ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ലിങ്ക്ഡാ. നമുക്ക് വിരൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി നമുക്ക് കേരളത്തിൽ ഇവിടുന്ന് വാങ്ങാന്നുള്ളതാണ് ആ ഒരു സജ്ജീകരണം. പക്ഷെ അത് പൂർണ്ണമായിട്ട് നടന്നിട്ടൊന്നുമില്ല. എന്നാലും കിടക്കട്ടെ. നിങ്ങൾ നിലവിൽ മഞ്ഞക്കാർഡിന് അപേക്ഷിക്കുകയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡാറ്റാബേസുമായി റേഷൻ കാർഡ് പോർട്ടൽ ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ കാറുള്ള വിവരം പരിശോധനയിൽ തെളിയും. ഇത് അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാരണമായേക്കാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ അത് കാണിക്കും. റേഷൻ കാർഡിൽ കാണിക്കില്ല, ചെക്ക് ചെയ്താൽ കാണുന്നുള്ളതാ. അപ്പൊ സപ്ലൈ ഓഫീസർ നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിങ്ങളിലേക്ക് എത്തുന്നത് വരെ ഇത് ഇവിടെയുള്ള ആളുകൾ ഹൈപ്പും ചെയ്ത് കമന്റും ചെയ്ത് ഷെയറും ചെയ്ത് അവിടെ എത്തിക്കുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസർ നിങ്ങൾ ഇത് അറിയണം. അതേപോലെ സിറ്റി സപ്ലൈ ഓഫീസർ നിങ്ങളും ഇത് അറിയണം. പിന്നെ റേഷനിങ് ഇൻസ്പെക്ടർ നിങ്ങളും ഇത് അറിയുക തന്നെ വേണം. ഇതൊന്നും കൂടാതെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളും ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തണം. അർഹരല്ല ഇവര്, അനർഹരായ ഇവരുടെ കൈകളിലാണ് ഇത് കിട്ടുന്നത്. ദയവ് ചെയ്തത് ചെയ്യരുത്. ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടോ, ഇവർക്ക് മാസ വരുമാനമാണ് 4,60,000. അല്ലെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞല്ലേ ഇവര്. ആ അഹങ്കാരത്തിനുള്ള മറുപടി ആയിട്ട് ആ APL മാറ്റി കൊടുക്ക്, അപ്പൊ മനസ്സിലാവും എന്നുള്ളതാണ്. പാവപ്പെട്ടവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. ഈ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുന്നവർക്ക് അല്ലേ കൊടുക്കേണ്ടത്. ഇനി വേണമെങ്കിൽ ഊട്ടി ഉറപ്പിക്കണോ നിങ്ങൾക്ക് ഇവരുടെ സബ്സ്ക്രിപ്ഷനും ലാഭവും ഒക്കെ? കേൾക്കാം. 2,300 സംതിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും, അതുകൊണ്ടല്ലേ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കൊള്ളിക്കുന്നത് കൊണ്ടാണല്ലോ അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ചേട്ടാ ബൈ. എന്തൊരു അഹങ്കാരം ആലോചിച്ച്. സോറി, ഒരു അഹങ്കാരം ഇല്ലാത്ത മുഖല്ലേ. ഹേയ്, കുളിർമ കൊള്ളിക്കുന്നത് കൊണ്ടല്ലേ എല്ലാവരും വന്നിട്ട് അങ്ങോട്ട് മലന്നടിച്ച് വീഴുന്നേ എന്നാ പറയുന്നത്. 2,588 ആളുകൾ ഇൻറ്റു 180, 4,60,000 ചില്ലറ അല്ലെ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ പോകും. ഒരു വർഷം 40 ലക്ഷത്തിന് മുകളിൽ പോകും. 4 ലക്ഷം വെച്ചിട്ട് എല്ലാ മാസം വരികയാണെന്നുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ITR ഫയൽ ചെയ്യണം. പ്രതിവർഷം 12 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആളുകൾ ITR ഫയൽ ചെയ്യണമെന്നാണ് നിയമം. കുറച്ച് മുമ്പ് 8 ലക്ഷം 5 ലക്ഷം ഒക്കെ ആയിരുന്നു, ഇപ്പോൾ 12 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. ഇവർ ITR ഫയൽ ചെയ്യണ്ടോ നമുക്കറിയില്ല. ചെയ്യുന്നുണ്ടാവും ചിലപ്പോ അല്ലെ. ഇവർക്ക് എന്തൊരു മാനേജർ ഉണ്ടല്ലോ, എന്താണ് പേര്, കവാസക്കി ബജാജ് പൾസർ, എന്താ കവാസക്കി അല്ല, സോറി എന്താ കരീഷ്മ പെട്ടെന്ന് തള്ളിയില്ലേ ആ സാധനം, വണ്ടിയുടെ പേര് ഓർമ്മ വന്നത്. അപ്പൊ കരീഷ്മ ഒക്കെ ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, മാനേജറും കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇപ്പൊ ചെയ്യുന്ന കൂടത്തരാ, അത്രേ ഉള്ളൂ. പഞ്ചസാരയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോടെ? നമുക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയ ആളുകളുണ്ടെന്ന് പറയണം. പിന്നെ കിറ്റ് കിട്ടുന്ന സമയത്ത് അതിലേക്ക് ഉണ്ടാവൂലേ. ഇതിൽ തന്നെ ഈ മഞ്ഞക്കാർഡിലും പിങ്ക് കാർഡുള്ള ആളുകൾക്ക് തന്നെ പഞ്ചസാര ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളക്കാർഡുള്ള ആളുകൾക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ കിറ്റ് വരണം. കിറ്റ് വന്നാലേ കിട്ടുള്ളൂ. ബാക്കി ചേച്ചിയുടെ അഹങ്കാരം കൊന്നും കൂടിയും കാണാം. ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടി അതിൽ കുറച്ച് പിന്നെ എന്താ ആളുകളെ ആകർഷിക്കുന്ന രീതി വീഡിയോ ചെയ്തതോടുകൂടിയാണ്. അപ്പൊ അത് ആകർഷിക്കുന്ന രീതി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആകർഷിക്കും. ഞാൻ പറഞ്ഞു എല്ലാവരോടും ഓടി വാ എന്നെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവരിപ്പോഴും നിൽക്കുന്നു. ഓരോ വ്യക്തിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ. അങ്ങനല്ല, അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ അതെ. അപ്പോ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു തെറ്റായിട്ട് തോന്നുന്നു? ഒരിക്കലും പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലവർക്കും തോന്നുന്നു. ജോലി ചെയ്ത് പൈസ, എനിക്ക് ജോലി പൈസ അതെ ഭയങ്കര ജോലിയാണല്ലോ. ഭയങ്കര ജോലി ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
എന്തൊക്കെയോ കാണിച്ചും കാണിക്കാതെ എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല. ഇപ്പൊ എന്താ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഡ്രസ് ഇട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്റെ കാല് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ ഒരു ലുക്കല്ല, വൃദ്ധസദനത്തിൽ നിന്ന് ചാടി വന്ന് പുട്ടി പെയിന്റ് അടിച്ചിട്ട് നടക്കുകയാണ്. പോന്ന അമ്മച്ചി. കൊള്ളാം കൊള്ളാം കൊള്ളാം. സപ്ലൈ ഓഫീസറെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ ചേട്ടന്മാരെ, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഒന്ന് അറിയട്ടെ, എന്നിട്ട് അഹങ്കാരത്തിന്റെ ഒരു കൊട്ട് കൊടുക്കടേ. ബാക്കി ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വന്നോ? ഈ ഒരു മാസം 5 ലക്ഷം രൂപ വെച്ചായോ വരുമാനം? അത് ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. ലക്ഷമാണോ നമുക്കൊന്നും അറിയില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. അതെ നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത്യാവശ്യം ആളുകളൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് കായ് കിട്ടും. ആ കായ് കിട്ടുമ്പോൾ നമ്മൾ APL ആവും, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ചേർന്ന് APL ആക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉറപ്പിച്ചുതരാം, വരുമാനം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി മാത്രമല്ല വരുന്നത് എന്നുള്ളത്. രേണുവിന്റെ പ്രതിഫലം വേറെയും വരും. തീർച്ചയായും പിന്നെ അത് കുടുങ്ങിക്കുടിയിൽ നിന്ന് ഇപ്പൊ കൂടിയോ? കുടുങ്ങിക്കുടുങ്ങിയിൽ അന്ന് ഞങ്ങൾ ദാസിന് കൊടുത്തതിന്റെ ഇരട്ടി പറയുള്ളൂ. അത് സന്തോഷം. ദാസേട്ടൻ അന്ന് കൊടുത്തതിന്റെ പകുതിയുടെ പകുതി ഉള്ളായിരുന്നു എനിക്ക്. അതെ, അന്ന് പക്ഷെ ഇന്ന് എമൗണ്ട് പറയാവോന്ന് അറിയില്ല. പക്ഷെ ഇനി പറയുന്നും വേണ്ട, ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്, ഒക്കെ തലേ കയറി കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ദാസേട്ടന് കൊടുത്തത് 750 ഉറുപ്പിയാണ്, അതിന്റെ പകുതിയുടെ പകുതി പറഞ്ഞ 250 ഉറുപ്പിയായിരുന്നു അത്ര രണസോനക്ക് കിട്ടിയിരുന്നത്. ഇങ്ങനെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? കൊള്ളാം ചേട്ടാ കൊള്ളാം. എന്തായാലും നഗ്ന സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് സ്വന്തം കുഴിവെട്ടാൻ വേണ്ടിയിട്ട് രണസോന ഇങ്ങനെ തുറന്നു പറയുമ്പോ നോക്കിയിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മളത് അങ്ങ് പൊക്കി അടിക്കുക തന്നെ വേണം. സപ്ലൈ ഓഫീസറെ കാണുന്നുണ്ടല്ലോ അല്ലേ? റേഷൻ കാർഡ് മഞ്ഞയാണ് പോലും, മഞ്ഞ. സ്വന്തമായി കാറുണ്ട്. സ്വന്തമായി കാറുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ചേട്ടായി ഇത് കൊടുക്കുക? സെലിബ്രിറ്റികൾക്ക് പിന്നെ എന്താവല്ലോ. ഇവിടെ മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കള്ളുഷാപ്പിൽ ഇരുന്നിട്ട് പാട്ടും കൂത്തും കളിച്ചതിനൊന്നും ഒരു കുഴപ്പമില്ല. സെലിബ്രിറ്റി അല്ല, വിളിച്ചു പറഞ്ഞു ഇനിയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. പിന്നെയും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ഇതേ കുടിക്കൂ, ഞാൻ അതേ കുടിക്കൂ. അമ്മാതിരി ഡയലോഗൊന്നും അടിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ നിയമപാലകർ പോലും ആ വിഷയത്തിൽ ഒഴിവാക്കി കൊടുത്തു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കിട്ടണം. എന്ത്? ആ അരിയും പഞ്ചസാരി ഇവർക്ക് അത് കൊടുക്കുക, തിന്നിട്ട് എല്ലിക്കേറി കിടക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വിധവ അല്ലേ, വിധവയാണെങ്കിൽ പോലും സ്വന്തമായി കാറുണ്ടെങ്കിൽ, മറ്റു വരുമാന മാർഗമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കിട്ടില്ല മഞ്ഞക്കാർഡ്. ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളടക്കം കാർഡ് വെട്ടിപ്പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ട്? സ്വന്തമായി ഒരു കാറ് വാങ്ങിയതാണ്. അതായത് 10-40,000 ഇവിടെ കാറ് വാങ്ങിയാലും പണി തന്നെയാണെന്നുള്ളതാണ്. ഇനി അടവിനെടുത്താലും പണി തന്നെയാണെന്നുള്ളത്. അപ്പൊ ഇവര് തന്നെ തുറന്നു പറയാണ്, ജനങ്ങൾക്ക് പരിശോധിക്കാം, സർക്കാരിന് പരിശോധിക്കാം, അവരുടെ വരുമാനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഞാൻ കാണിച്ചല്ലോ, 4,65,840 ഉറുപ്പിക ഇപ്പൊ തന്നെ അവരൊരു മാസം വാങ്ങാൻ പോവുക. ഇതിപ്പോ ഒരു മാസം കൊണ്ട് അവസാനിക്കണതില്ല, അത് മാസങ്ങളോളം നീളും. പുതിയ ആളുകൾ കയറിക്കൊണ്ടിരിക്കും. കാരണം കുറെ ഞരമ്പന്മാരും കുറെ പൊട്ടന്മാരും ഉള്ളത് കൊണ്ട് തന്നെ അവർ കയറി കാണും എന്നുള്ളതാണ്. പിന്നെ രണസോനെ തന്നെ പറഞ്ഞു കുറെ പെണ്ണുങ്ങളും ശബ്ദം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും കൊള്ളാം. നിങ്ങൾ തന്നെ പറ, നാട്ടുകാരെ നിങ്ങൾ തന്നെ പറ, അർഹരാണോ ഇവര് അല്ലയോ ആണോ? അത്ര തന്നെ. വീണ്ടും വരാട്ടാ പുതിയ അപ്ഡേഷൻ ആയിട്ട്. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.